ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ എണീറ്റിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ 7 മണിയായി. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് കുഴയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം. എൻ്റെ ന്യൂ ഡ്രസ് ഫുൾക്കയാണ്, പക്ഷെ എനിക്ക് ഫുൾക്ക ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ മടക്കി കയറ്റി വെക്കും. എനിക്ക് ചെറിയ കൈയാണ് ഇഷ്ടം. എനിക്ക് ഷോർട്ട് സ്ലീവാണ് ഇഷ്ടം. ഹാഫ് സ്ലീവ്, ഷോർട്ട്സ് അല്ലല്ലോ, ഹാഫ് സ്ലീവ്. പക്ഷേ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. നല്ല കംഫർട്ടാണ്, നല്ല സോഫ്റ്റാണ്, സൂപ്പറാണ്. ഓക്കെ, അപ്പം വെള്ളം തിളക്കട്ടെ. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രം പൊടിയെടുക്കണം. ഇടിയപ്പപ്പൊടി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഇത് ഇരുന്ന് വേകാൻ വേണ്ടി നമുക്കിത് അടച്ച് വെക്കാം. ഞാനിങ്ങനെ കേട്ടോ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത്. സിമ്പിൾ വേ. ചിലരൊക്കെ അടുപ്പിൽ തന്നെ ഇട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുന്നവരുണ്ട്. അതൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെ ചൂടും കൊണ്ടിരുന്ന് വേഗട്ടെ. അയ്യോ, പുറകിൽ നിന്ന് ഭയങ്കര വെട്ടം അടിക്കുന്നു. അതൊന്ന് ഓഫാക്കി നോക്കിയത്. അപ്പോൾ നമുക്കിനി ഇതിന് മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവോള. മുട്ടക്കറി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ മുട്ട കിട്ടുന്ന രീതിയിലൊന്നുമല്ല. ഒരു സവോളയാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ. മുട്ട എന്ന് വെച്ചാൽ പൊട്ടിച്ച് വെച്ച മുട്ടയാണ് കേട്ടോ, അല്ലാണ്ട് എല്ലാവർക്കും ഒരു മുട്ട കിട്ടുന്ന രീതിയിലൊന്നുമില്ല. ഇവിടെ ഈ അമ്പലത്തിൽ നല്ല പാട്ടുണ്ട്, അയ്യപ്പൻ്റെ പാട്ട്, നല്ല പാട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ, അയ്യപ്പൻ്റെ പാട്ട്. അയ്യപ്പൻ്റെ എന്നല്ല, എന്നാലും അയ്യപ്പനോട് ചെറിയൊരു ഒരു ഇഷ്ടക്കൂടുതൽ. നമ്മുടെ അവിടെ എരുമേലി കൂടെ വരുമ്പോഴത്തേക്കും എരുമേലി പേട്ടതുള്ളൽ, പിന്നെ ഇങ്ങനെയുള്ള വാവരുപള്ളി, അവർ മറ്റേ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് നമ്മളെല്ലാ വൃശ്ചികത്തിനും കാണുന്നതാണ്. അവരുടെ ചെണ്ടമേളവും പോക്കും ഒക്കെ കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് കണ്ട് കണ്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ അന്നേ നമുക്ക് ഇതിനോട് ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെ കേട്ടാലും പെട്ടെന്ന് ആ ഒരു ഗ്രഹാതുരത്വം, അങ്ങനെയാണല്ലോ പറയുന്നത്, അവസാനം ഓർമ്മ വരും. ഇത് രാവിലെ എണീച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോൾ വെളിയിൽ നിന്ന് നല്ല ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഫീലിംഗ് പോസിറ്റീവ്. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവോള ഗിരി 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 ഗിരി, സവോള ഗിരി ഗിരി ഗിരി. എനിക്ക് പൂക്കളുള്ള കത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഞാൻ വഴക്കുണ്ടാക്കി മേടിച്ച
കത്തിയാണിത്. പൂക്കളൊക്കെ ഉണ്ട്, പക്ഷെ മൂർച്ചയില്ല. പൂക്കളേ ഉള്ളൂ, മൂർച്ചയില്ല. എൻ്റെ വിധി. വെള്ളം മിണ്ടാൻ പറ്റുമോ? എൻ്റെ വാശിയില്ലായിരുന്നു. അതിൻ്റെ ബ്ലൂ എടുത്ത് വെച്ചിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് എൻ്റെ സവോള വഴണ്ട് ആകുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ, മടിയുള്ള ദിവസങ്ങളിൽ തലേന്ന് പാത്രം കഴുകാറില്ല. അതുകൊണ്ട് ഒരു ലോഡ് പാത്രം നമുക്കിവിടെ ഓൾറെഡി കഴുകാൻ കിടപ്പുണ്ട്. നമുക്കപ്പം അത് പോയി കഴുകാം. അപ്പം വഴറ്റാൻ വെച്ചിട്ട് പോകുമ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. ആ സമയം കൊണ്ട് അതാകുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ പാത്രവും കഴുകാൻ പറ്റും. വളരെ കുറച്ച് കടുക് ഇടുന്നത്, കാരണം നമ്മുടെ ഹന്നൂട്ടിക്ക് കടുക് ഇഷ്ടമല്ല കടിക്കാൻ കിട്ടുന്നത്. ഏതാണ്ട് വേറെ കണ്ട് കിട്ടുന്ന മാതിരിയാണ് ഉള്ള പെരുമാറ്റം. കടുക്കോ, അതുപോലെ ഇഞ്ചി ഇടാൻ, ഇഞ്ചിയോ അല്ല, അതൊക്കെ വളരെ മിനിമലായിട്ടേ ഇടുകയുള്ളൂ. കടുക് കൂട്ടുന്നുണ്ട്. ഞാൻ കാണിക്കാത്തതെന്നാണെന്ന് പറഞ്ഞു, എൻ്റെ ചീനിച്ചട്ടി അല്പം പഴയതാണേ. നിങ്ങൾ പറയാം ഞാൻ കഴുകാത്ത ചീനിച്ചട്ടിയാണ്. അത് പഴയതായതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴാണൊരു കാര്യം ഓർക്കുന്നത്. എൻ്റെ ഗുളിക, എൻ്റെ തൈറോയിഡിൻ്റെ ഗുളികയാണിത്. 75. എനിക്ക് എനർജി തരുന്ന ഈ ഒരു സാധനമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ മറന്നുപോകും. ചില ദിവസങ്ങളിൽ ഞാൻ മറന്നില്ലെങ്കിലും മറന്നതായിട്ട് ഞാൻ അഭിനയിക്കും. കാരണം ഇത് ഭയങ്കര മടിയായി സാധനം കഴിക്കാൻ, ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മലപ്പുറം ഞാൻ ഒഴിവാക്കും. പക്ഷെ അന്ന് പിന്നെ വലിയ എനർജി ഉണ്ടാവില്ല. ഡെയിലി കഴിക്കേണ്ടതാണ്, പക്ഷേ മടി കാരണം കഴിക്കൂല. അതാണ് ഞാൻ. അപ്പം നമുക്ക് കുറച്ച് പാത്രം കഴിയാനുണ്ട്, അതങ്ങോട്ട് കഴിക്കാം. ഇതെൻ്റെ പുതിയതായതുകൊണ്ട് എനിക്കതിൽ അഴുക്ക് പറ്റിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ഇടുവാണത്. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതാ ഇവിടെ ഒരാളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരുക്കമൊക്കെ അല്ലേ. അപ്പോൾ ഇതേ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടക്കഷ്ണങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു മുട്ട ഉണ്ടെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കാം. അതാണ് ഇടിയപ്പം വെച്ചാൽ പോവാണേ. നമ്മൾ ഓർഡിനറി വെയിലാണ്, പഴയ രീതി തന്നെയാണ്. സേവനാഴിയൊക്കെ വെച്ചിട്ടാണ്. ഒരു ഷൂട്ട് ടൈപ്പ് ഉണ്ട്, പക്ഷെ അതെനിക്ക് എപ്പോഴും പിരിച്ച് ഊരണം. എനിക്ക് പിരിച്ചൂരുന്ന ഇഷ്ടമല്ല, കാരണം അത്രയും സമയം പോകും, എനിക്ക് ബോറടിക്കും. ഇതാകുമ്പോൾ വലിച്ചങ്ങോട്ട് ഊരിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. മറ്റേ സാധനം ഇവിടെ ചുമ്മാ ഇരിപ്പുണ്ട്, ഒരു ഉപയോഗവും ഇല്ലാതെ. പക്ഷെ ഇതിന് വലിയ ഇതാണ്, വലിയ അച്ചായതുകൊണ്ട് വലിയ മുഴുത്തായിട്ട് വീഴുന്നത്. എന്നാൽ അച്ച് മാറ്റിയിടാന്ന് വെച്ചാൽ മറിഞ്ഞുപോയി, താഴെപ്പോയി. അപ്പം അതേപടി എടുത്ത് വെക്കാം.
ഞാൻ അച്ച് മാറ്റിയിടാമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ അച്ച് അനങ്ങുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുക. കുറേ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മ തന്നതാണ്. അതുകൊണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് നൂഡിൽസിൻ്റെ കനത്തിലുള്ള ഇടിയപ്പമാണ് ഇതിൽ വീഴണത്. അതുകൊണ്ട് കാണുമ്പോൾ ഒരു രസമില്ലേ. മറ്റേ ആ ചെറുത് കാണുമ്പോഴല്ലേ നൂലപ്പം എന്നൊക്കെ വിളിക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ടേ ഇതിന് നൂലപ്പം എന്നുള്ള പേര് ചേരുന്നില്ല. കാരണം നൂല് പോലെ അല്ലല്ലോ. പിന്നെ ഇടിയപ്പമേ ചേരുന്നുള്ളൂ. കാരണം ഞാൻ ഇടിച്ചും കൂട്ടി ഉണ്ടാക്കുന്നതാണല്ലോ. എൻ്റെ അമ്മേ, ഞാൻ സാധാരണ 2 എണ്ണം ഒരുമിച്ച് വെക്കുന്നതായിരുന്നേ. പക്ഷെ ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ 2 എണ്ണം ബീച്ചിൽ കൊണ്ട് നിന്നാൽ സമയം പോകും. അതാകുന്ന സമയം കൊണ്ട് നമുക്ക് പയ്യെ അടുത്ത ബീച്ചിൽ മതിയല്ലോ. പിന്നെ എനിക്ക് ഈ സാധനം കൈ പറ്റുന്നത് ഇഷ്ടമായി. അതുകൊണ്ട് ഞാനിങ്ങനെ തവിയും കൊണ്ട് തന്നെ ഉണ്ടാക്കും. കൈ കൊണ്ടൊന്ന് കുഴയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആവുമായിരുന്നു കേട്ടോ. ഈ ബീച്ചിലൊക്കെ ശരി ചെയ്യില്ല. ഭയങ്കര പാടാണ് ഇത് ബീച്ച. ഞാൻ ഒന്നാമത് ഇതിൻ്റെ പൊടിയാണ്, ഗുഡ് ലൈഫ് റിലയൻസ്, നമ്മുടെ അംബാനിയുടെ പൊടിയാണ്. അതുകൊണ്ട് തന്നെ ശരി. ഇനി അതിൽ ബ്രാഹ്മിൻസിൻ്റെ പൊടി ബീച്ചുമ്പോഴും ഭയങ്കര പാടാണ് ബീച്ചാൻ. അജ്മി എളുപ്പമാണ്, പക്ഷെ അത് കുഴഞ്ഞിരിക്കും. ഞാൻ അതുകൊണ്ട് ചിലപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ അല്ലെ ഗുഡ് ലൈഫിൻ്റെ പൊടി അജ്മിയുടെ പൊടിയായിട്ട് മിക്സ് ചെയ്തെടുക്കും. കൈയൊക്കെ ചുമന്ന്. അന്നയ്ക്കിന്ന് ഉച്ചയ്ക്ക് അവൾ ചോറ് കൊണ്ടുവന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നിർബന്ധിച്ച് ചോറ് കൊടുക്കും. ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാണോ അതാണ് കൊണ്ടുപോകാറ്. കണ്ണിക്ക് കറി വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കറി തികയുമോ എന്ന്. തികയത്തില്ല, എന്നാ ചെയ്യാനാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കഴിക്കുന്നത്. എനിക്ക് തികയത്തില്ല. പക്ഷേ ഇന്ന് ചിക്കൻ കറിയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം വെള്ളവും നീട്ടിയില്ല. തന്നെ കേറാൻ പോലെ വീഴുള്ളൂ. സമയം പോകുന്നേ. ഞെക്കിക്ക് ഇത് ആരുടെയാ? അന്നയുടെ. അന്ന സ്കൂളിൽ നിന്ന് വരുമ്പോ തിരിച്ചു വെച്ചോളും. ഞെക്കിക്ക് മ്യാവ് മ്യാവ് മ്യാവ്.